പിമ്പിൾസ്, പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. അത് മാത്രമല്ല സൺടാൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ ഫേസിൽ വന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഒരു അടിപൊളി റിസൾട്ട് കിട്ടിയൊരു പാക്കുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ലോണം പിമ്പിൾസ്, പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, സൺടാൻ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നല്ലോണം അത് കുറച്ച് വന്നിട്ടുണ്ട്. എനിക്ക് അതിന് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു 2 സ്റ്റെപ്പ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പാക്കെന്നോ ഫേഷ്യലെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനെ വിളിക്കാം. എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം എപ്പോഴൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നും അതേപോലെ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് സൺടാൻ പോക്കും. ഈ ഒരു പാക്ക് ഒരു സമയത്ത് നല്ല ട്രെൻഡിങ് നിൽക്കുന്ന ഒരു പാക്കായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു പാക്ക് റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ അത് റെഡിയാക്കേണ്ട മെത്തേഡോ മാത്രം പഠിച്ചാൽ പോരാ. അത് ഏതൊക്കെ സ്കിൻ ടൈപ്പാർക്ക് യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എത്ര നേരം വെക്കണം, എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ എന്നിട്ട് മാത്രം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ എൻ്റെ തന്നെ വീഡിയോസിൽ കമൻറ്റിൽ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പോലും ഈവൻ ആൾക്കാർ വന്ന് കമൻറ്റിൽ മെസ്സേജ് വെച്ച് ചോദിക്കും ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കാണാൻ നോക്കൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസൾട്ടും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞല്ലോ, ആ പ്രശ്നങ്ങൾക്ക് ഒരു അടിപൊളി സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് എടുക്കണം, ആർക്കൊക്കെ യൂസ് ചെയ്യാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. ഈ 2 ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം. കാരണം ഈ 2 സ്റ്റെപ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം ഫസ്റ്റ് വൺ വന്നിട്ട് ക്ലെൻസിങ് ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ഫേസ് പാക്ക് ആണ്. നിങ്ങൾക്ക് ക്ലെൻസിങ്ങിന് പകരം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലെൻസറൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതെല്ലാം നാച്ചുറലായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹോം റെമഡി ക്ലെൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ പാക്ക് വന്നിട്ട്. ഇതൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. ഭയങ്കര റിസൾട്ട് ആയിട്ട് നമുക്ക് ഫേസിൽ, നെക്കിൽ, ഫുൾ ബോഡി ടാൻ റിമൂവ് ചെയ്യാനും പിമ്പിൾസ് തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതിൽ പറഞ്ഞുതരാം എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസറും നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ പാക്കും എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് വേഗം പഠിച്ചിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം തന്നെ വന്നിട്ട് നമ്മുടെ ചുമന്ന പരിപ്പാണ് അല്ലെങ്കിൽ മസൂർ ദാൽ. നമ്മൾ ഈ സാമ്പാറിനകത്തൊക്കെ എടുത്തില്ല അതാണ് കേട്ടോ. ഇത് നമുക്ക് നല്ലോണം വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ച് നിങ്ങൾക്ക് പൗഡേർഡ് ഫോമിലായിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അപ്പം കുറച്ചെടുത്ത് പൊടിക്കാറാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 ടീസ്പൂണോളം നമ്മുടെ മസൂർ ദാൽ പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കേർഡ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നീട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നോർമൽ വാട്ടറാണ്. നിങ്ങളുടെ ഒരു ഓയിലി ടൈപ്പ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു പൗഡറും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് റോസ് വാട്ടർ അല്ലെങ്കിൽ കുറച്ച് അലോവേറ ജെല്ല് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മസൂർ ദാലും അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത കേർഡും പിന്നെ കുറച്ച് നോർമൽ വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വാട്ടർ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റോസ് വാട്ടർ എടുക്കുന്ന കേസിലാണെങ്കിൽ കുഴപ്പമില്ല. കേർഡ് മാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് നല്ലൊരു വാട്ടറി ഫോമിൽ വേണം നമുക്കിത് കിട്ടാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഫേസിലേക്ക് ഇത് നല്ലോണം ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ പാക്കിൻ്റെ ടൈപ്പിലൊക്കെ കുറച്ച് കട്ടിയായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലോണം ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇത് പൊടിയായിട്ട് ഇങ്ങനെ ഊരി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ അപ്ലൈ ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഭയങ്കര ഒരു ഓയിലി ടൈപ്പ് സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ടൈംസ് ഒക്കെ ഒരു വീക്ക്ലി ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ല ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ 2 ടൈംസ് ഒക്കെ ട്രൈ ചെയ്താൽ മതി. മീൻസ് ഒരു വീക്കിലൊരു ഇപ്പോൾ എത്ര ഗ്യാപ്പ് ഇട്ട് ഒരു 2 ടൈംസ് ഒക്കെ ട്രൈ ചെയ്യാം. കോമ്പിനേഷനും നോർമൽ സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഈ 4 ടൈംസ് 2 ടൈംസിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടൈമിൽ ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു സെൻസിറ്റീവ് സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 2 ടൈംസ് ട്രൈ ചെയ്താൽ മതി. പക്ഷേ ട്രൈ ചെയ്തതിന് മുന്നേ മസ്റ്റ് ആയിട്ടൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. കാരണം സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണോ അലർജി ആയിട്ട് വരുന്നതും ഓക്കെ അല്ലാണ്ട് വരുന്നതും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ചെറിയ പോർഷൻ അപ്ലൈ ചെയ്ത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യും. മറ്റേ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഈ എടുത്ത ഐറ്റംസ് ഒന്നും അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളും വരുന്നതല്ല. അപ്പോൾ ഇതുപോലെ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും മസ്റ്റായിട്ട് നിങ്ങൾ വൈകുന്നേരം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. മീൻസ് സൂര്യൻ്റെ ഒരു സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്ന ടൈമിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ.
സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര തരിതരിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലോണം. പിന്നെ വേറെ കാര്യം, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ തന്നെ റിമൂവ് ആവാനും ഈ ഒരു ക്ലെൻസിങ് മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് വരാം. വൈപ്പ് ചെയ്ത് കളയാലും വാഷ് ചെയ്ത് തന്നെ കളയണം. അപ്പോൾ എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്ന സമയത്താണ് ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം റിമൂവ് ആയി, ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവാനും ഒക്കെ തന്നെ നമ്മുടെ ഒരു ക്ലെൻസിങ് മെത്തേഡ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ ഫേസ് പാക്കിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം നമ്മുടെ പോർസ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ ഫേസ് പാക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് നമുക്കത് അപ്ലൈ ചെയ്താലോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ച് നമ്മുടെ ചുമന്ന പരിപ്പ് അല്ലെങ്കിൽ മസൂർ ദാൽ, അല്ലെങ്കിൽ ഇത് നമുക്ക് ചില ടൈമിൽ ഷോപ്പിൽ നിന്ന് പൗഡർ ഫോമിൽ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ, അതെടുക്കാം. അതിലേക്ക് നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി. എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ച ആൾക്കാർ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ഇല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കുറച്ച് അരിപ്പ എടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള കട്ട ഭാഗങ്ങൾ പോവുകയും ചെയ്യും, നമുക്ക് ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി കിട്ടുകയും ചെയ്യും. പിന്നീട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേടാണ്. ഇപ്പം നിങ്ങളുടെ ഭയങ്കരമായിട്ടൊരു ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ കേട് എടുക്കല്ല, അതിന് പകരം എന്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ കേട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കേടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ അപ്പം മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ മാക്സിമം അപ്പം എടുത്ത് റെഡിയാക്കാൻ നോക്കണം, അല്ലാതെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ റെഡിയാക്കേണ്ടത് അപ്പോഴത്തേക്ക് നിങ്ങൾ എടുത്ത് വെച്ച് അങ്ങനെ റെഡിയാക്കാൻ നോക്കും കേട്ടോ. എനിക്ക് ഇങ്ങനെ ഈ പാക്കൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കത് അത്രയും ഒരു ഒക്കെ ആയിട്ട് തോന്നിയില്ല. പിന്നെ നമുക്ക് അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹണിയാണ്. ഹണി ഞാൻ ഓൾറെഡി ഒന്ന് ആഡ് ചെയ്തായിരുന്നു, പക്ഷേ ആ സമയത്ത് വീഡിയോ ഓഫായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഹണി ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം. ഞാൻ അവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു ഹണിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏതാ ഓക്കെ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. പിന്നെ കേട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ എടുക്കണമെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. നമ്മൾ ഷോപ്പിൽ നിന്ന് കേട് വാങ്ങുമല്ലോ. അപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ വീട്ടിലെ കേടൊന്നും അങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പം നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കേട് എടുത്താലും മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഞാൻ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അലോവേറ ജെല്ലാണ്. ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തത് അലോവേറ ജെല്ലാണ്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നല്ലോണം കട്ടി പിടിക്കുക ഒരു ഐറ്റം വന്നിട്ട്, അതുകൊണ്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ നനവുണ്ടല്ലോ, അപ്പോൾ ആ നനവിൽ തന്നെ നമുക്കിത് കുറച്ച് ലെയർ പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാക്ക് റെഡിയാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഭയങ്കര ഓയിലി ആണെങ്കിൽ നിങ്ങൾ കേർഡ് എടുക്കല്, ഞാൻ പറഞ്ഞുതരാം എന്തെടുക്കണമെന്ന്. നിങ്ങളുടെ ഭയങ്കര ഒരു ഡ്രൈ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ നോർമലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ എടുത്ത അത്ര ഐറ്റംസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാം. അതല്ല നിങ്ങളുടെ ഭയങ്കര ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മസൂർ ദാൽ, അരിപ്പൊടി, അതിൻ്റെ കൂടെ കേർഡിന് പകരം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ബട്ടർ മിൽക്കാണ്. നമ്മുടെ മോരൊക്കെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ തൈരൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം പോലെ ഇങ്ങനെ കിടക്കുമല്ലോ, ആ ഒരു സാധനം എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അതില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കേർഡ് എന്നുള്ള ഐറ്റം അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് എന്നുള്ള ഐറ്റം സ്കിപ്പ് ചെയ്തേര്. അതിന് പകരം കുറച്ച് മസൂർ ദാൽ, അരിപ്പൊടി, ഹണി, നമ്മുടെ അലോവേറ ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്നിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ ബട്ടർ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഒരു കാരണവശാലും മാക്സിമം കേർഡ് എടുക്കാണ്ടിരിക്കാൻ നോക്കൂ. കേർഡ് ഒന്നും കൂടി ഒരു ഓയിലി ആക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല നിങ്ങൾ ഇനിയിപ്പോൾ കേർഡ് മാത്രമേ ഉള്ളൂ മറ്റേ ഐറ്റംസ് ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മസൂർ ദാൽ, കേർഡ്, അതിൻ്റെ കൂടെ കുറച്ച് കടലമാവ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കടലമാവ് നമ്മുടെ സ്കിന്നൊന്ന് കുറച്ചൊന്ന് ഓയിൽനെസ് ഒക്കെ ഒന്ന് പോക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ കേർഡ് എടുക്കുന്ന സമയത്ത് കടലമാവും കൂടെ അതിൻ്റെ കൂടെ ആൾട്ടർനേറ്റീവായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഓയിൽനെസ് ഒന്ന് റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നത്. അതും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ഓയിലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 4 times, ഡ്രൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 times, കോമ്പിനേഷൻ നോർമൽ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു ദിവസം, സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. അങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 15 minutes കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്യൽ. പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സംസാരിക്കാണ്ടിരിക്കാൻ നോക്കൂ. കാരണം കുറച്ച് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ഇതും വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ് ഒക്കെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെറിയൊരു വെള്ളം തന്നെ, കാരണം ഓൾറെഡി കുറച്ച് ഡ്രൈ ആയി, ഒരു 15 minutes ആകുമ്പോൾ തന്നെ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വെള്ളത്തിൽ പോയിട്ട് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഭയങ്കര കഴിവന്നേക്കാട്ടും നല്ലത് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് മസാജൊക്കെ ചെയ്ത് അങ്ങനെ വാഷ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാട്ടറൊക്കെ എടുത്ത് ഒന്ന് ഇങ്ങനെ
മസാജ് ചെയ്ത് വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. എത്രത്തോളം നമ്മുടെ ഫേസിൽ ടാൻ നല്ലോണം റിമൂവ് ആയെന്ന് നമുക്ക് മനസ്സിലാവും. ഞാനൊരു വീക്ക്ലി എൻ്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു വീക്ക്ലി 3 times ആണ് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വിസിബിൾ റിസൾട്ട് തന്നെ നമുക്കൊരു 4 to 5 times ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു വിസിബിൾ റിസൾട്ട് കിട്ടും. പിന്നെ ബാക്കി വരുന്ന സമയത്ത് ഞാൻ നെക്കിലും കയ്യിലും ബോഡിയിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ വീഡിയോ എടുത്ത സമയത്തായതുകൊണ്ടാണ് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചത്. കയ്യിലും ബോഡിയിലും ഒക്കെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു ടാൻ റിമൂവിങ് ഫേസ് പാക്കാണ്. അതിലുപരി നമ്മുടെ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും പോക്കി നമ്മുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ലൈറ്റാണ്. അപ്പോൾ എന്തായാലും ഇനി ഒന്ന് ഫുള്ള് വാഷ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടാലോ. ഫേസിലോട്ട് പാക്കൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ എനിക്ക് നല്ല സൺടാൻ അടിച്ചിരിക്കുമായിരുന്നു. ഒരു റീഫ്രഷിങ് ആയിട്ടിരിക്കാനും നമ്മുടെ ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ചില ടൈമിൽ ഈ നോർമൽ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ മാത്രം കിട്ടുകയെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഡൾനെസ്സും ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ പോയെന്ന് വരത്തില്ല. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള പാക്കുകളൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഈ ഒരു പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഓൾറെഡി വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഇതേ കണക്കുള്ള ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തിടണം? ഒരു മോയ്സ്ചറൈസർ ഇടണം. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബൈ ഡിയേഴ്സ്.